ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കണം. പാസ്ത ഇട്ട് കൊടുത്ത ശേഷം ആ വെള്ളത്തിലോട്ട് നമ്മൾ ഒരല്പം ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ചേർത്ത് ഇതിനെ നല്ലതുപോലെ വേവിച്ചെടുക്കണം. പാസ്തയിൽ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 മുട്ടയും കൂടെ എടുത്ത് നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇതിൽ നമ്മളൊരല്പം ഉപ്പും ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാബേജ്, ഇവയെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു പകുതി വേകാവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു 1/2 ടീസ്പൂൺ ചില്ലി സോസുമാണ്, റെഡ് ചില്ലി സോസുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സോസുകൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒരല്പം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ സോസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
വെജിറ്റബിൾസും പാസ്തയും എല്ലാം നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.